ഹലോ എവരി വൺ, ഞാൻ ഇന്ന് ഒരു പഫ് സ്ലീവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ പഫ് സ്ലീവ്. കാരണം മിക്കവർക്കും പഫി ആയിട്ട് നിൽക്കത്തില്ല എന്നുള്ള, അപ്പോൾ അതിനൊരു വെരി സിമ്പിൾ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ലൈനിങ് നമ്മൾ സാധാ ബ്ലൗസ് പോലെ രണ്ടും വിട്ടും ഒക്കെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം നല്ല തുണിയിൽ ഇതുപോലെ നല്ല തുണിയിൽ ആ ലൈനിങ് വെച്ചിട്ട് എക്സ്ട്രാ നമുക്ക് എത്ര വേണോ, തുണിയുടെ ഇതനുസരിച്ച് എക്സ്ട്രാ എത്ര വേണോ. ഈ തുണി കുറവായിരുന്നു, 45% ഉള്ളതൊക്കെ തുണി വളരെ കുറവായിരുന്നു. അതുപോലെ രീതിക്ക് കുറച്ച് പഫിന് വേണ്ടിയിട്ടുള്ളതിന് കട്ട് ചെയ്തെടുക്കുക. സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ നോച്ചൊക്കെ കൊടുക്കല്ലോ എക്സ്ട്രാ എടുത്ത പീസ്, അവിടെ പഫ് ചെറിയ ചെറിയ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. കുഞ്ഞു കുഞ്ഞു അതുപോലെ അതേ സെയിം അളവിൽ തന്നെ താഴെയും ഇതുപോലെ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. പ്ലേറ്റ് ഇട്ടതിന് ശേഷം കറക്റ്റ് അതെല്ലാം നേരെ വെച്ചിട്ട് നമ്മൾ ലൈനിങ്, സാധാ ബ്ലൗസിനൊക്കെ നമ്മൾ ലൈനിങ് മറിച്ചടിച്ചെടുത്തില്ലേ, അതുപോലെ ഇടണം. ഇത് നമുക്ക് പട്ടയൊക്കെ വയ്ക്കാം, പക്ഷേ തുണി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കസ്റ്റമറുടെ പെർമിഷനോടെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു എക്സ്ട്രാ തുണി ഇല്ല, നല്ല കുറവായിരുന്നു, കുട്ടി വണ്ണവും ഉണ്ട്. സാധാ ബ്ലൗസ് ചെയ്യുന്നത് പോലെ ലൈനിങ് വെച്ച് പതിച്ചടിച്ച് മറിച്ചെടുത്ത് 4 ചുറ്റും ഷേപ്പ് ചെയ്യണം. നാല് ചുറ്റും വെച്ചെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ വരുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. തുണിയെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനും കണ്ടോ പൊങ്ങിക്കാത്തതുണ്ടോ. അപ്പോൾ ഇതിനാണ് ഒരു സിമ്പിൾ ട്രിക്ക്. സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ ലൈനിങ് പീസ് ഉണ്ടല്ലോ, ലൈനിങ് പീസ് മാത്രം നമ്മൾ സെൻറ്റർ കണക്കാക്കി, ആ പഫ് ഇരിക്കുന്ന അത്രയും ഭാഗം സെൻറ്റർ കണക്കാക്കി നമ്മൾ ഇങ്ങനെ ലൈനിങ് മാത്രമായിട്ട് എടുക്കണം. കയ്യിൽ സെൻറ്ററിൽ ലൈനിങ് മാത്രമായിട്ട് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ചുരിദാറിലൊക്കെ ഡോട്ട് ഇടത്തില്ലേ, അതുപോലെ നമുക്ക് എത്ര 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ഇടാം. പഫ് നമുക്ക് എത്രത്തോളം നല്ലതായിട്ട് വേണോ അതനുസരിച്ചുള്ള ഡോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ഇഞ്ച് തന്നെ ഒന്നുമില്ല, 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ഒക്കെ ഇടാം. ഇട്ട് നമ്മൾ കണ്ടോ ഇതുപോലെ ഡോട്ട് ഇടുക. ഇതുപോലെ ഡോട്ട് ഇട്ടിട്ട് നോക്കുമ്പോൾ നോക്കിയേ, കണ്ടോ ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടോ. ഇത് കോട്ടൺ തുണി ആയതുകൊണ്ട് അത്ര ഇത് തോന്നുന്നില്ല എനിക്ക്, പക്ഷേ പോളി കോട്ടണോ നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന തുണിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ തുണികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തേക്കണം. ഈ പ്ലേറ്റ് എടുത്ത് പിടിച്ച് വെച്ചിട്ട് തേക്കണം. തേച്ച് വരുമ്പോഴത്തേക്ക് എന്ത് ഭംഗിയെന്നറിയാമോ അത് കാണാൻ. ഞാൻ അങ്ങനെയുള്ള മെറ്റീരിയൽ വരുമ്പോഴത്തേക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടത് എന്ത് എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാം. നമുക്ക് താഴെ നമുക്ക് പട്ട വയ്ക്കാം, പൈപ്പിങ് വയ്ക്കാം. താങ്ക് യു. എല്ലാം